മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ഓൺടർപ്രണേഴ്സ് ആരാണെന്നൊക്കെ പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പം നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൺടർപ്രണേഴ്സ് ആണ്. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഓൺടർപ്രണേഴ്സ് അല്ലേ. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ പലർക്കും ഓൺടർപ്രണേഴ്സ് ആവണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കും. അവർക്ക് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം, ഹൗ ദേ ബിക്കം ആൻ ഓൺടർപ്രണർ ആവണം എന്ന് നമുക്ക് നോക്കാം. സോ ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ക്രിയേറ്റിവിറ്റി. നമുക്കറിയാം ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിലാണ് സംതിങ് ന്യൂ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റിവിറ്റി ഗീവ് ദി ബർത്ത് ഓഫ് സംതിങ് ന്യൂ അല്ലേ. പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വി വാണ്ട്സ് ടു സം ക്രിയേറ്റീവ്. ഫോർ വിതൗട്ട് ക്രിയേറ്റീവ് ദർ ഈസ് നോ ഇന്നവേഷൻ പോസിബിൾ അല്ലേ. ഇന്നവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലേ. നമുക്ക് ക്രിയേറ്റിവിറ്റി ഉള്ളപ്പോഴാണ് നമ്മൾ ചില ആളുകൾ ഭയങ്കര ക്രിയേറ്റീവാണ് അല്ലേ. ദേ ആർ introducing something new to the society. So we want to creativity to entrepreneurs. Usually have the enough to pin down the lot of ideas and actions done. Entrepreneursന് എന്തുണ്ടായിരിക്കും? ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. പിൻ ഡൗൺ ദി ഐഡിയാസ്, ആക്ട് ഓൺ ദം. ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഐഡിയാസ് കണ്ടുപിടിക്കാനും അതിൽ പിൻ ചെയ്യാനും, ദാറ്റ് മീൻസ് അതിൽ സ്റ്റാൻഡ് ചെയ്യാനും അതൊരു പ്രോഡക്റ്റായിട്ടോ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെയുള്ള എന്ത് ചെയ്യണം? കപ്പാസിറ്റി ഉണ്ടായിരുന്നു. നോട്ട് നെസസറിലി എവറി ഐഡിയ മൈറ്റ് ബി എ ഹിറ്റ്. എല്ലാ ഐഡിയയും ഹിറ്റ് ആവുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഐഡിയാസ് ഹിറ്റാക്കി മാറ്റണം. എങ്ങനെയാണ്? ത്രൂ എ ക്രിയേറ്റിവിറ്റി. സോ ഓൺടർപ്രണേഴ്സ് വാണ്ട് ടു ക്രിയേറ്റിവിറ്റി. നിങ്ങൾക്ക് നിങ്ങളുടേതായ വേർഡ്സിൽ എഴുതാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഓൺടർപ്രണർഷിപ്പ്. അപ്പോൾ ഇവിടുന്നോട്ട് മനസ്സിലാക്കി പോയാൽ മാത്രം. പ്രൊഫഷണലിസം. നമുക്കറിയാം പ്രൊഫഷണലിസം is the ക്വാളിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ പ്രൊഫഷണലിസം ഉണ്ടാവും. നമുക്കറിയാം ഒരു പക്ക ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ ദേ ഹാവ് സം ക്വാളിറ്റി. അതേ പോണത് തന്നെയാണ് ഒരു പ്രോഡക്റ്റ് ആണെങ്കിലും. നമുക്കറിയാം ചിലതൊക്കെ സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ് ആണ്. നമ്മൾ ദർ ഈസ് സം പ്രൊഫഷണലിസം ഇൻ ദാറ്റ് പ്രോഡക്റ്റ് അല്ലേ. നമുക്കറിയാം നമ്മളിപ്പം ചില പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ ഒന്നും നോക്കാറില്ല, ബ്രാൻഡ് നെയിം മാത്രം നോക്കിയിട്ട് വാങ്ങാറുണ്ട്. ബിക്കോസ് വി ഹാവ് assured to the about the quality. From where we got that quality? There is existing some professionalism. ആ ഒരു പ്രൊഫഷണലിസത്തിൽ കൂടിയാണ് നമുക്ക് ആ ക്വാളിറ്റി കിട്ടുന്നത്. which all good entrepreneurs possess. And entrepreneurs mannerism and behavior with their employees, client goes to a way in developing the culture of the organization അല്ലേ. നല്ലൊരു പ്രൊഫഷണൽ നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ അയാളുടെ ബിഹേവിയർ ഒക്കെ എംപ്ലോയീസിനോടും ഓർഗനൈസേഷനോടും ഒക്കെ ഉള്ളത് എങ്ങനെയായിരിക്കും? നല്ല രീതിയിലായിരിക്കും. അപ്പോൾ നമുക്ക് ലോങ് ടേം ആയിട്ട് കൊണ്ടുപോകാം. along with professionalism come reliability and discipline related is God അല്ലേ. അതോടൊപ്പം പ്രൊഫഷണലിസം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. അതുപോലെ റിലയബിലിറ്റി, വിശ്വസനീയമൊക്കെ ഓർഗനൈസേഷനിലും കസ്റ്റമേഴ്സിനോടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഓൺടർപ്രണർ ആയിരിക്കും. വി ബിക്കം പ്രൊഫഷണൽ. ചിലർ നമുക്ക് കാണാം എന്താണ് പ്രൊഫഷണൽ പേഴ്സൺസ് ആകുന്നത്. ചിലർക്ക് ഓൺടർപ്രണേഴ്സ് ആകാൻ താല്പര്യം ഉണ്ടായിരിക്കും. പക്ഷേ അവരെന്ത് ചെയ്യും? സം എഡ്യൂക്കേഷണൽ ക്വാളിറ്റി ഒക്കെ അക്വയർ ചെയ്ത ശേഷമായിരിക്കും ബിക്കം ആൻ ഓൺടർപ്രണേഴ്സ് ആകുന്നത്. They have some professionalism, they got some profession. After they are getting that professionalism, they become professional entrepreneurs ആയി മാറുന്നത്. ഓക്കെ, സോ വി വാണ്ട്സ് ടു പ്രൊഫഷണലിസം. ഓക്കെ, നിങ്ങളുടെ യൂസ് ചെയ്യുക ഹെഡിങ് ഉപയോഗിച്ചിട്ട്. റിസ്ക് ടേക്കിംഗ്. നമുക്കറിയാം റിസ്ക് എടുത്താൽ മാത്രമാണ് എന്ത് കിട്ടുള്ളൂ? റിട്ടേൺ ഉണ്ട്. സോ ദി ഓൺടർപ്രണേഴ്സ് ദേ ഹാവ് സം എബിലിറ്റി ടു റിസ്ക് ടേക്കിംഗ്. റിസ്ക് ടേക്കിംഗ് എന്ന് പറയുന്ന ഒരു എബിലിറ്റി ഓൺടർപ്രണേഴ്സ് വിത്തൗട്ട് ദി വിൽ ടു എക്സ്പ്ലോർ ദി അൺനോൺ വൺ വി വാണ്ട്സ് ടു ഡിസ്കവർ സംതിങ് യുണീക്ക്. ആൻഡ് ദിസ് ഈസ് യുണീക്ക്നെസ് മൈറ്റ് മേക്ക് ദി ഡിഫറൻസ് അല്ലേ. നമുക്കറിയാം യുണീക്കായിട്ട് എല്ലാവരും ഒരേ പോണക്ക് ചെയ്താൽ എന്തുണ്ടായിരിക്കും? ഡിഫറൻഷിയേഷൻ ഉണ്ടായിരിക്കില്ല. ഇഫ് വി വാണ്ട്സ് ടു ഡിഫറൻഷിയേഷൻ വി വാണ്ട്സ് ടു ടേക്ക് ദി റിസ്ക് അല്ലേ. നമുക്കൊരു റിസ്ക് എടുക്കാൻ തയ്യാറ് ആവണം അല്ലേ. നമുക്കറിയാം ആദ്യമൊന്നും മൾട്ടിനാഷണൽ കമ്പനീസൊന്നും നമ്മുടെ കൺട്രീസിലൊന്നും വന്നിരുന്നില്ല. അതുപോലെ ഹൈപ്പർ മാർക്കറ്റുകളോ സൂപ്പർ മാർക്കറ്റുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താണ്? അവിടെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ആയിട്ടാണ് ട്രഡീഷണൽ പീരീഡിൽ പോയിരുന്നത്. പക്ഷെ ഒരാൾ ആ റിസ്ക് എടുക്കാൻ തയ്യാറാകുമ്പോഴാണ് എന്തുണ്ടായത്? മാറ്റങ്ങൾ ഉണ്ടായത് അല്ലേ. ഹൈപ്പർ മാർക്കറ്റുകളും ഡിപ്പാർട്ട്മെന്റ് മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും ചെറിയ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ ആയിക്കെ മാറിയത്. അപ്പോൾ there is a risk taking ഉണ്ടായിരുന്നു. നമുക്കറിയാം നമ്മൾ പറയും
ഇപ്പോൾ ബിൽ ഗേറ്റ്സിന് അത്രയും ആസ്തി ഉണ്ടെന്ന് പറയുമ്പോൾ അയാൾ റിസ്ക് എടുത്തിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്തുള്ള ഇപ്പോൾ യൂസഫ് അലീനെ എടുക്കുന്ന അയാൾ അത്ര റിസ്ക് എടുത്തിട്ട് തന്നെയാണ് അയാൾ ഒരു നല്ലൊരു ഓൺട്രപ്രണർ ആയത്, അല്ലെങ്കിൽ അയാൾക്ക് അത്രയും റിട്ടേൺ ഉള്ളത്. അപ്പോൾ റിസ്ക് എടുക്കുമ്പോൾ മാത്രമാണ് റിട്ടേൺ ഉള്ളൂ അല്ലേ. നമുക്കറിയാം, നമുക്ക് ഒരു റിസ്ക്കും ഇല്ലാണ്ട് നമ്മുടെ കയ്യിൽ 10,000 രൂപയുണ്ട്, ഒരു റിസ്ക്കും ഇല്ലാണ്ട് ബാങ്കിൽ കൊണ്ടിട്ടിട്ട് അതെടുത്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്കത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഏൺ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് എന്തുണ്ട്, റിസ്ക് ഉണ്ടാകും. ദാറ്റ്സ് ഓക്കെ. പാഷൻ, വി ഹാവ് സം പാഷൻ. നമ്മൾ എപ്പോഴും പറയാം നമുക്ക് പാഷൻ ഉണ്ട്. യുവർ വർക്ക് ഷുഡ് ബി യുവർ പാഷൻ. നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രസ്റ്റോട് കൂടി നമുക്കൊരു പാഷൻ ഉണ്ടായിരിക്കും. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ സക്സസ് ആക്കാൻ കഴിയുന്നത് അല്ലേ. ആരെങ്കിലും നിർബന്ധിച്ചിട്ട്, നമുക്കറിയാം പണ്ടുള്ളവർ പറയും മുന്തി മരം കയറ്റിയാൽ കുറച്ച് കഴിയുമ്പോൾ കൈവിട്ട് കഴിയുമ്പോൾ താഴ്ത്തും. ദാറ്റ്സ്. അപ്പോൾ നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ അത്ര സക്സസ് അല്ലെങ്കിൽ പോലും നമ്മളെ ആ പാഷൻ എന്ത് ചെയ്യും, നമ്മളവിടെ പിടിച്ചു നിർത്തും ആ ഒരു വർക്കിൽ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, വി ബിക്കം ഓൺട്രപ്രണേഴ്സ്, അല്ലെങ്കിൽ ബിക്കം എ സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആയി മാറും. സോ വി വാണ്ട്സ് ടു സം പാഷൻ. ദാറ്റ് പാഷൻ ഇസ് മോട്ടിവേറ്റ് നമ്മളെ എപ്പോഴും ചെയ്തുകൊണ്ട് എൻജോയ് വാട്ട് വി ആർ ഡൂയിങ് ആൻഡ് സ്റ്റേ ഹൈലി മോട്ടിവേറ്റഡ് അല്ലെ. പാഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് മോട്ടിവേറ്റ് ചെയ്യും, മുന്നോട്ട് പോവുകയൊക്കെ ഉള്ളൂ. ആക്ട് ആസ് എ ഡ്രൈവിംഗ് ഫോഴ്സ്, ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിരിക്കും, ഒരു മോട്ടിവേഷൻ ആയിരിക്കും അല്ലേ. യു ആർ മോട്ടിവേറ്റഡ് ടു സ്ട്രൈവ് ഫോർ ബെറ്റർ. നമുക്കറിയാം, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം ആണെങ്കിൽ ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യും, ചിലർക്ക് ട്രാവൽ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ ഒരു വ്യക്തിയോട് ട്രാവൽ ചെയ്യാൻ പറഞ്ഞ് അയാൾ പോകുന്ന വഴിക്ക് ഇപ്പം ട്രാവലിങ്ങിന് എത്ര ഡിഫിക്കൽട്ട് ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും, അത് ഫേസ് ചെയ്ത് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകും. അതായത് നമുക്ക് തീരെ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ എന്ത് ചെയ്യും, അയാൾ മടുത്ത് ഞാൻ തിരിച്ചു പോകുകയാണെന്ന് പറയും. ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് പാഷൻ അല്ലേ. ഓക്കെ. Next, planning. Perhaps this is most important steps required to run a show. Like without planning, everything would be lost. Stress, as say, if you fail to plan, you plan to fail. അല്ലെ, നമ്മൾ പ്ലാൻ ചെയ്താൽ ഫെയിൽ ആയാൽ എന്ത് ചെയ്യും, നമ്മുടെ പ്ലാൻ ടു ഫെയിൽ എന്ത് ചെയ്യും, ഫെയിൽ ആവും അല്ലെ. പ്ലാൻ ഫെയിൽ ആവും എങ്ങനെയാണ്, ഇഫ് വി ഫെയിൽ ടു പ്ലാൻ. പ്ലാൻ ചെയ്യുന്നതിന് നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനും എന്ത് ചെയ്യും, ഫെയിൽ ആവും. സോ പ്ലാനിങ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾക്കറിയാം, പ്ലാനിങ് ഈസ് എ സ്ട്രാറ്റജി ദി ഹോൾ ഗെയിം അഹെഡ് ഓഫ് ദി ടൈം അല്ലെ. Knowledge is the key to success അല്ലെ. Entrepreneurship possess complete knowledge about Nikki or industry അല്ലെ. നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലാണ് നിൽക്കുന്നത് ആ ഇൻഡസ്ട്രിയെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ എന്ത് വർക്കാണോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഫുൾ നോളജ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പറ്റിക്കപ്പെടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. ചിലരുടെ ബിസിനസ്സൊക്കെ ഫെയിലിയർ ആകുന്നത് അതാണ്. അയാൾ ചിലപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന ബിസിനസ് കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യും, പക്ഷെ അയാൾക്ക് അതിനെക്കുറിച്ചുള്ള ഫീൽഡിനെ കുറിച്ചുള്ള ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ അയാൾക്ക് അതിനെക്കുറിച്ച് അധികം ധാരണയൊന്നും ഉണ്ടാവില്ല. അവർക്ക് എന്ത് ചെയ്യും, നോളജ് കുറവാണ്. സോ ദർ ഈസ് എ ചാൻസ് ടു ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. സോ വി വാണ്ട്സ് ടു സം നോളജ്. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടേതായ വേർഡ്സിൽ എഴുതിക്കൂടി നമുക്ക് എക്സ്പ്ലെയിൻ. Next is social skill. If social skill involve relationship building, hiring and talent sourcing, team strategy formulation. ഇതൊക്കെ നമുക്കറിയാം social skills ആണ്. ഒരു entrepreneur there must be some social skill to build a relationship with others, hiring and talent sourcing, അതുപോലെ team strategy foundation ടീം ഉണ്ടാക്കണമെങ്കിലും ഗ്രൂപ്പ് ഉണ്ടാക്കണമെങ്കിലും നമുക്കതൊക്കെ ഒരു കഴിവാണ് അല്ലെ. ചിലർക്കറിയാം മാർക്കറ്റിംഗ് ജോബിൽ ഭയങ്കര സക്സസ് ആയിരിക്കും, കാരണം they have some interest to create some relationship, convincing to others അല്ലെ. അതൊക്കെ പോസിബിൾ ആണ്. സോ വി വാണ്ട്സ് ടു സം സോഷ്യൽ സ്കിൽസ്. നെക്സ്റ്റ്, ഓപ്പൺ മൈൻഡ്നെസ് ടുവാർഡ്സ് പീപ്പിൾ ആൻഡ് ഈവൻ ഫ്യൂ ഫെയിലിയർ അല്ലെ. നമുക്കൊരു ഓപ്പൺ മൈൻഡ്നെസ് ഉണ്ടായിരിക്കണം, ലേൺ ചെയ്യാൻ, പഠിക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും, ഈവൻ ഫെയിലിയർ ആണെങ്കിൽ പോലും അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പൺ മൈൻഡ്. ആൻഡ് ഓൺ മസ്റ്റ് ബി അക്സെപ്റ്റിംഗ്. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ദി ട്രൂത്ത് റിയലൈസേഷൻ വിച്ച് സിനാരിയോ ഓർ ഈവൻ ക്യാൻ ബി യൂസ്ഫുൾ ഓപ്പർച്യൂണിറ്റി ഈസ് നെസസറി അല്ലെ. നമ്മൾ ചിലരുണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോകും. അതല്ല, നമ്മൾ ഒരു ഓപ്പൺ മൈൻഡ്നെസ് ഉണ്ടായിരിക്കും, നമുക്ക് പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ള. ടു റെക്കഗ്നൈസ് സച്ച് ഓപ്പൺനെസ്, ഓപ്പൺ മൈൻഡഡ് ആറ്റിറ്റ്യൂഡ് ഈസ് റിക്വയർഡ് ആണ്, ആവശ്യമാണ്. നമുക്ക് എന്തെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാനും അല്ലെ. ഇപ്പോൾ ഒരു എംപ്ലോയി അയാളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെ. ഒരാൾ നമുക്കൊരു കാര്യം പറഞ്ഞു തന്നത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരിക്കും. ദാറ്റ്സ് ഓപ്പൺ മൈൻഡ്നെസ്. കോൺഫിഡൻസ്. വിത്തൗട്ട് കോൺഫിഡൻസ്, ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, സെൽഫ് ബിലീഫ് ഓണ്ടർ കനോട്ട് പോസിബിളി സക്സസ്. ദേ ഹാവ് ടു കോൺഫിഡൻസ്.
both in themselves and in products and service. നമുക്ക് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും, അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിലും നമ്മൾ ഉണ്ടാക്കുന്ന സർവീസിലൊക്കെ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കും, എന്നാൽ മാത്രമേ we will success. Then decision making, നിങ്ങൾക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് decision making, അല്ലെ? Quick decision making is a very important for success of the organizations. Entrepreneurs do not need to have good decision making skills, but also must have capacity to make those decisions quickly in order to avoid missing opportunity. നമുക്കറിയാം ചിലർ ഭയങ്കര സക്സസ് ആവും, കാരണം എന്താണ്? ആ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി അതനുസരിച്ചുള്ള ഡിസിഷൻസ് എടുക്കുകയും സക്സസ് ആവുകയും. അതിൻ്റെയൊക്കെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. സോ വി വാണ്ട്സ് ടു സം ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റീസ്. Then vision. If we are best entrepreneur, we have a vision, അല്ലെ? ഒരു വിഷൻ ഉണ്ടായിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോവുക, അല്ലെ? നമുക്കൊരു വിഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും, ആ വിഷനെ വെച്ചിട്ടായിരിക്കും നമ്മൾ പോവുക. ദാറ്റ്സ് എ വിഷൻ. നമ്മൾ ഏത് കോണിലോട്ടാണ് പോകുക എന്നുള്ള കാര്യം എന്തുണ്ടായിരിക്കണം, നമുക്ക് അറിയണം, എന്നാൽ മാത്രമേ നമുക്ക് കുറച്ച് സക്സസ് ആയിട്ട് മുന്നോട്ട്. ദാറ്റ്സ് എ വിഷൻ. അല്ലെ? നിങ്ങൾക്ക് അവിടെ വിഷൻ എന്നുള്ള മിഷൻ എന്നുള്ള വേർഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ആൻഡ് ലാസ്റ്റ്ലി ദി കസ്റ്റമർ ഈസ് എവറിത്തിങ്. ഏറ്റവും ലാസ്റ്റ് ഓണ്ടർപ്രണർ എന്ത് ചെയ്യണം? ദെൻ നോ ദി കസ്റ്റമർ ഈസ് ദി എവറിത്തിങ്. കസ്റ്റമറാണ് ഏറ്റവും വലുത്. എ ഗുഡ് ഓണ്ടർപ്രണർ ഓൾവേസ് നോ ദിസ്. ബിസിനസ് ഓൾ അബൌട്ട് ദി കസ്റ്റമർ. ഹൗ യു ഗ്രാബ് കസ്റ്റമർ അറ്റൻഷൻ ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്. ദിസ് ക്യാൻ ബി ഡൺ ത്രൂ വേരിയസ് മീഡിയം സച്ച് എസ് മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ്. ദെൻ കസ്റ്റമറെ മനസ്സിലാക്കാനുള്ള അതുപോലെ കസ്റ്റമറാണ് എല്ലാം എന്ന് കൺസിഡർ ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരിക്കണം. കസ്റ്റമറുടെ അറ്റൻഷൻ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ് ആവാൻ കഴിയുള്ളൂ. So we want to the attention of customers. It is also important that you know the need for your customer. എന്താണ് നമ്മുടെ കസ്റ്റമറുടെ നീഡ് എന്ന് അറിയാനുള്ള ഒരു മൈൻഡ് നമുക്ക് ഉണ്ടായിരിക്കും. So these are the major characteristics of a entrepreneur or features of a entrepreneur. നിങ്ങൾക്ക് ഈ പോയിന്റ്സ് അല്ലാണ്ടുള്ള പോയിന്റ്സുകളൊക്കെ ആഡ് ചെയ്ത് എഴുതാം നിങ്ങളുടേതായ രീതിയിൽ. അപ്പോൾ ഇതാണ് ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൺട്രപ്രണർ എന്നുള്ള അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, നമ്മൾ ഓൺട്രപ്രണർ ആരാണെന്ന് കഴിഞ്ഞ ടോപ്പിക്കിൽ കണ്ടതാണ്. ഓക്കെ, ബൈ.